ഈ ആപ്പ് സ്കാം ആണോ? ആണോ ആണോ അല്ല ഇതൊരു വലിയ തട്ടിപ്പാണോ? അല്ല. ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഉത്തരവാണ് നമ്മൾ ഇന്ന് നൽകാൻ വേണ്ടി പോണത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 1 കോടി ലക്കി ഡ്രോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ വൻ സംശയങ്ങളായിരുന്നു. സംശയമുള്ള ആളുകളുടെ മൊത്തം സംശയങ്ങളും 28-ന് നമ്മൾ 3000-ഓളം വരുന്ന കാണികളുടെ മുന്നിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കെ നമ്മൾ നറുക്കെടുത്തു. ഓരോരുത്തർക്കായിട്ട് അല്ലേ റസ്വാനെ, നമ്മളെല്ലാവർക്കും സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ച ആൾക്കാരെ നമ്മളിന്നൊന്ന് നേരിട്ട് വിളിക്കാൻ വേണ്ടി പോകണം. റെഡി? നേരത്തെ ചോദിച്ച ചോദ്യം ഒന്നും കൂടെ ചോദിക്കേണ്ടി വരും. ഓരോരുത്തരും നമ്പർ പറഞ്ഞു. അത് 2 ലക്ഷത്തിന് കൊടുക്കണം, 32 ലക്ഷത്തിന് കൊടുക്കണം, 12 ലക്ഷത്തിന് കൊടുക്കണോ, ഐഫോൺ കിട്ടിയ ആൾ വെച്ച് കൊടുക്കണം. അത് കിട്ടിപ്പോയി, അത് കഴിഞ്ഞു. അടുത്തത് തുടങ്ങി 32 അവസാനിപ്പിക്കാം. ആണല്ലേ? കൊടുത്തതിൽ നല്ല സങ്കടമുണ്ട്. ഒരാളെ പേര് പറഞ്ഞേ, ഏതെങ്കിലും ഒരാളെ പിടിച്ച് 2 ലക്ഷം വാങ്ങിയേ. രമ്യനെ പിടിക്കുക. റെന്യന്റെ നമ്പർ ഇന്ത്യൻ നമ്പറാണ്. ഹലോ രമ്യ. ഹലോ ആദിരല്ലേ? അബ്ദുൾ റസാഖ്. ഹലോ സജിത് അല്ലേ? ആമിത. ഹലോ. നിങ്ങൾ ഈ അടുത്ത് ഏതെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആപ്പ് ഉണ്ടായിരുന്നല്ലേ? ആണോ? ഓക്കെ. ആ അതിലൊരു ലക്കി ഡ്രോന്റെ ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ, കഴിഞ്ഞ ഒരു ലോഞ്ചൊക്കെ. ഇത് പറ്റിക്കാൻ വിളിക്കുന്നതേ അല്ല. ഞാൻ നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് ആലോചിച്ചിട്ട് പറയാമോ? പെട്ടെന്ന് ഒരു ഉത്തരം പറഞ്ഞാൽ അപ്പം 2 ലക്ഷം രൂപ കിട്ടും 10 സെക്കൻഡിനുള്ളിൽ. 1 2 കൂട്ടിയിട്ട് പൂത്തുപോലെ പൈസ. എന്തെങ്കിലും ഒരു ആഗ്രഹം വേണ്ടേ? ഒരു ഐഡിയ അല്ലേ? അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും സാജിത, 2 ലക്ഷം രൂപ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട്. സന്തോഷായില്ലേ? ഞാൻ ഇന്നും കൂടെ നോക്കി ഇത് എന്താണ് ആയിട്ടുള്ളതൊക്കെ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി വിന്നർ ആരാന്നൊക്കെ. എന്നിട്ട് കിട്ടിയില്ല? ഇല്ല. നമ്മള് ഇൻസ്റ്റാഗ്രാം നോക്കിയില്ലല്ലോ, അതാ കിട്ടാഞ്ഞത്. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾ പിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു 2 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പൈസ കിട്ടുമ്പോ ആർക്കാ ഹാപ്പി അല്ലാത്തതെന്ന്. 2 ലക്ഷം രൂപ വിൻ ചെയ്ത ആളുടെ പേരാണ് രമ്യ. ഇപ്പൊ തന്നെ ഓപ്പൺ ആക്കിക്കോളി. എങ്ങനെ? നിങ്ങള് ഈ വീഡിയോ വരുമ്പോ വിശ്വസിച്ചാ മതി കേട്ടാ. 2 ലക്ഷം രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് വെച്ചിരിക്കുകയാണ്. ഷബ്ന ഷെറിൻ, നിങ്ങൾ 2 ലക്ഷം രൂപ നേടിയിരിക്കുകയാണ്. ഷബ്ന ഷെറിൻ 2 ലക്ഷം രൂപ. കൈയടിക്കൂ. ഇങ്ങനെ ചിലപ്പോ ആളുകൾ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചേക്കാം. ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളെ ഫ്രോഡായിട്ട് ബന്ധപ്പെട്ടേക്കാം. അപ്പോൾ തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിൽ ആരെങ്കിലും വിളിക്കുമ്പോൾ കേൾക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് പരാതിപ്പെടേണ്ടതാണ്. ഓക്കെ? പക്ഷേ നിങ്ങൾക്ക് ശരിക്കും 2 ലക്ഷം രൂപ അടിച്ചിട്ടുണ്ട്. ഓൾറെഡി അറിയാം. അത് അറിയാല്ലേ? ആക്ച്വലി ഞാനിപ്പോ ഭയങ്കര കോയിൻസിഡൻസ് ആണ് കാര്യം പറഞ്ഞ. എന്താ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്ന അറിയില്ല. ഞാൻ വിശ്വസിക്കും. ഞാൻ ഭയങ്കര വിശ്വസ്തനാ. കാര്യം പറ. ഞാൻ നാട്ടിൽ പോയിട്ട് ഏകദേശം 2.5 കൊല്ലായി. അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് ഇവിടെ നിൽക്കണത്. മോൾക്കൊരു ചെറിയൊരു ഇതുണ്ട്. അപ്പൊ മോളെ മെഡിക്കല് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ പോയിട്ട് 2 കൊല്ലായി. ഓക്കെ. ഞാൻ പിന്നെ നാട്ടിൽ പോകാൻ വലിയ മീൻസ് നമ്മൾ ഈ സെക്യൂരിറ്റിയിൽ അധികമൊന്നും ഇല്ലാണ്ട് ശമ്പളമില്ല. ഓക്കെ. അപ്പൊ വൈഫിന് ജോലി ഉണ്ടായിരുന്നു ഒരു 3-4 മാസം മുന്നേ വരെ. അപ്പൊ അതിന് ശേഷം ജോലി പോയി. അപ്പൊ പിന്നെ നാട്ടിൽ പോകാനുള്ള പരിപാടിയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോ നമ്മൾക്ക് പോവാനോ നാട്ടിൽ പോയാൽ വേറെ പൈസ ഒന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ ഉമ്മാനെ മദറിനെ വിളിച്ചിട്ട് ഉമ്മാടയിൽ അവിടെ നാട്ടിൽ കുടുംബശ്രീ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഞാൻ കുറച്ച് പൈസ എടുക്ക്, ബാക്കി ഞാൻ നാട്ടിൽ പോയി വന്നതിന്റെ ശേഷം എങ്ങനെയാലും അടക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നിപ്പോ 2 ദിവസം മുന്നേ വിളിച്ച് ഇന്നിപ്പോ കാശ് കിട്ടുക
എന്താന്ന് അറിയില്ല, കിട്ടിയാന്ന് അറിയില്ല, വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. ഓക്കെ. അങ്ങനൊക്കെ പറഞ്ഞിരിക്കണ ആളാണ് ഞാന്. അതാണ് ഇപ്പൊ നിങ്ങളിപ്പോ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും അറിഞ്ഞിട്ട് 2 ലക്ഷം റുപ്യ തരികയാണ്. അതാണ് അതൊക്കെ മനസ്സിൽ ഓടിയ പെട്ടെന്ന്. ഓക്കെ. അമീറ, ഈ നാടിനൊരു വലിയൊരു പ്രത്യേകത ഉണ്ട്, എന്താണെന്ന് അറിയുമ്പോൾ പറയേ, ഞാൻ ആകെ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അല്ല, അതായത് നമ്മൾ ഈ പ്രതീക്ഷ അറ്റ് നിൽക്കുന്ന സമയത്ത് ഓടുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുവേ. ഈ നാട് പ്രതീക്ഷകളുടെ ഒരു മണ്ണാണ്. ഇതൊരു ലാൻഡ് ഓഫ് ഹോപ്പ് ആണെന്ന് എപ്പോഴും ആൾക്കാർ പറയാറുണ്ട്. ഏകദേശം നമ്മൾ പോലും അറിയാത്ത വഴികളിലൂടെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി തുറന്നു കിട്ടുന്നത്. ടു ബി വെരി ഹോണസ്റ്റ്, ഞാൻ ഇവിടുന്ന് 12 ലക്ഷത്തിൻ്റെ ആൾക്കാരെ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചിട്ടുണ്ട്. 32 ലക്ഷം നേടിയ ആളെ വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ 2 ലക്ഷം ഏറ്റവും അർഹമായ കൈകളിലേക്കാണ് എത്തുന്നത് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. പറയാനും പറയില്ല, ഞാൻ ആകെ കൈയൊക്കെ വരച്ചിട്ടായിരിക്കും. അമീർ നാട്ടിലെവിടെയാണ്? ഞാന് തൃശ്ശൂര് കുന്നംകുളം പെരുമ്പിലാവെന്നൊക്കെ പറയും, ബോർഡറാണ്. അൻസാർ കോളേജിന്റെ ഒക്കെ അടുത്ത്. അൻസാർ പെരുമ്പിലാവ്. ഓക്കെ. മോക്ക് എന്താ പ്രശ്നം, എന്താണ് പറയാമോ? സെറിബ്രൽ പാൾസി പറഞ്ഞിട്ട് അത് സെറിബ്രൽ പാൾസി ഉള്ള ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ബാധിച്ച കുട്ടികളുടെ അമ്മമാരും അച്ഛന്മാരുമാണ് ഏറ്റവും കൂടുതൽ കയ്യടികൾ അറിയിക്കുന്നത്. കാരണം അങ്ങനെയുള്ള കുട്ടികളെ നോക്കലൊരു വലിയ കാര്യമാണേ. അപ്പൊ ഞാൻ നാട്ടിൽ നമുക്ക് 1-2 സ്ഥലത്തൊക്കെ ഇങ്ങനെ ഒരു ഡിഫറൻസ് പോലെ തോന്നി. ഓക്കെ. നമ്മള് സ്കൂളിലൊക്കെ പോകുമ്പോൾ ആൾക്കാരുടെ ഇടയിലൊക്കെ അയ്യോ അങ്ങനെ ഇങ്ങനെ, ഇവിടെ നിന്നാകുമ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത് ഞാൻ ഫാമിലിയിൽ കണ്ട് മാറ്റി. ഇവിടെ നാട്ടിലൊക്കെ പോകുമ്പോ അങ്ങനത്തെ കുട്ടിയാണ്, അങ്ങനത്തെ ഒരു ഡിഫറൻസ് വരും. അവര് ശരിക്കും പറഞ്ഞാൽ അമീറെ സഹതാപം ഒന്നും അല്ലാന്നേ, ഒരു പരിഗണന കിട്ടിയാൽ മതി, അത്രേ ഉള്ളൂ. നമ്മളെ നാട്ടിലെ പലർക്കും അത്രക്ക് വലിയൊരു ഫാമിലിയിലായാലും നമ്മളിപ്പോ എന്തെങ്കിലും പരിപാടിക്ക് പോയാലും ആദ്യം ചോദിക്കുക എന്താ വിശേഷം, എന്താണ്, എന്താ പറ്റി, എന്താ അങ്ങനെ ഇങ്ങനെ, എന്താ ഉണ്ടായി, ഇത് മാറില്ലേ, അങ്ങനൊക്കെ ചോദ്യം വരും. ഞാൻ നിങ്ങളോട് ഒരാളെ കുറിച്ച് പറയട്ടെ. അതായത് പണ്ട് ഈ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിയാലിറ്റി ഷോയിൽ പാടിയിട്ടുള്ളൊരു മോനുണ്ട്. ഒരു പേര് ഞാൻ മറന്നുപോയി. ഗായിക ചിത്രയാണ് അവർക്ക് കുട്ടൻ എന്നാണ് വിളിക്കാന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം പുള്ളിക്കാരൻ പാടുന്ന പാട്ട് കേട്ടിട്ട് മലയാളക്കാരെ മൊത്തത്തിൽ ഇങ്ങനെ തരിച്ചു നിന്ന് കേട്ടിട്ടുണ്ട്. കേരളീയർ, മലയാളം അറിയാവുന്ന, മലയാളം കേട്ടാൽ മനസ്സിലാവുന്ന മനുഷ്യന്മാർ, സംഗീതം അറിയാവുന്ന, സംഗീതം ഇഷ്ടപ്പെടുന്ന ആളുകൾ മൊത്തത്തിൽ അമ്പരന്ന് കേട്ട് നിന്ന് പോയിട്ടുണ്ട്. നിങ്ങളുടെ മകൾ ഒരുപക്ഷെ നാളെ ഈ പറയുന്ന വാക്കുകൾക്കൊക്കെ ബദലായിട്ട് ഏറ്റവും വലിയൊരു അനുമോദനം വീട്ടിലേക്കും നിങ്ങൾക്ക് നാട്ടിലേക്ക് ഈ കുറ്റം പറഞ്ഞുള്ള ആളുകൾക്കും സഹതാപത്തിൻ്റെ പുച്ഛം വാരിയിട്ടുള്ള ആളുകൾക്കൊക്കെ മറുപടിയായിട്ട് തിരിച്ചു വരും. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് വളരെ നല്ലത് മാത്രം സംഭവിക്കട്ടെ. ഓക്കെ. അപ്പൊ 2 ലക്ഷം കൈ അടിക്കടാ. അങ്ങനെ സന്തോഷമായില്ലേന്ന് ഞാൻ ചോദിക്കണില്ല. ഇതൊരു വളരെ ചെറിയ കാര്യം മാത്രമാണ്, വളരെ ചെറിയൊരു തുക മാത്രമാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള വകുപ്പ് ഞങ്ങൾ നോക്കുന്നതായിരിക്കും. ഓക്കെ മാൻ, താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ജെയ്സൽ, എൻ്റെ കൂടെ റാഹില, തൊട്ടപ്പുറത്ത് ആനി ആൽഫ്രഡ്, തൊട്ടപ്പുറത്ത് ദിദ ഫാത്തിമ ആൻഡ് മേഘ. ഈ പരിപാടി ഞങ്ങളിങ്ങനെ ക്യാമറയിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത് റാസിഖ്. യൂട്യൂബിൽ ഇതുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. നടക്കുമോ എന്ന് ചോദിച്ച ആളുകൾക്ക് നടത്തി കാണിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സോ ഞങ്ങൾ പറയുന്നതേ ചെയ്യാറുള്ളൂ, ചെയ്യാൻ പറ്റുന്നതേ ഏൽക്കാറുള്ളൂ, അല്ലേ?